ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ മൂകാംബിക വ്ളോഗ് പാർട്ട് 2 ആണ്. ഈ വീഡിയോ വരാൻ ഇച്ചിരി വൈകിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൂകാംബിക പോയ സമയത്തിനായിരുന്നു ഹാഫ് ഇയർലി എക്സാം. അതുകൊണ്ട് റീടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ വന്നു. മാത്സ് ആയിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ പഠിച്ച്. അപ്പോൾ അതേ നമ്മളുടെ കൊടിജാദ്രിയാണ് ഈ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ കൊടിജാദ്രി നമ്മളുടെ അരവിന്ദൻ്റെ അതിഥികൾ കാണിക്കുന്ന പോലെ ആ സ്ഥലമായിരുന്നു. നമ്മൾ സിനിമയിൽ കൂടെ കാണാൻ ഞങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ കല്ല് 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 കല്ല്, പിന്നെ ഇച്ചിരി മഞ്ഞ്, പിന്നെ ഇച്ചിരി കല്ല്, പിന്നെ ഇച്ചിരി തണുപ്പ്, അങ്ങനെയായിരുന്നു ഗൈസ് പോയത്. ഞങ്ങൾ ഏകദേശം എത്താറായിന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നേരിട്ട് നോക്കിയപ്പോഴാണ് പക്ഷെ അവിടെ എത്തി. ഇനിയും നടക്കാനുണ്ടെന്ന് അറിഞ്ഞു. പപ്പയും അമ്മയും പറഞ്ഞു ഇനി 3-4 കിലോമീറ്റർ എങ്ങനെ നടക്കാനുണ്ടെന്ന്. അപ്പം ഞങ്ങൾ വലുതുകാലം വെച്ച് ഞങ്ങൾ ആ യാത്ര തുടർന്നു. ഇതാണ് നമ്മളുടെ ആ വഴി കൂടെ പോയിരുന്നപ്പോൾ ഒരു ഇങ്ങനെ മിനി വാട്ടർഫോൾ, ദാറ്റ് ഈസ് പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വലിച്ച് ആ വീഡിയോ ഒന്ന് എടുത്തു തന്നു. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ട്രക്കിംഗ് ആണ് ബാക്കി. കണ്ടില്ലല്ലോ, ഇതാണ് അവസ്ഥ. ഫുള്ള് കല്ലിൽ അതിൽ മുകളിൽ കൂടിയും മടി കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നൊരു അമ്മായി ഉണ്ട്. അത് മമ്മയുടെ ആൻറ്റിയാണ്. ആ അമ്മമ്മയാണെങ്കിൽ ചെരുപ്പില്ലാതെ കയറിയത്. എൻ്റെ അമ്മ അതെങ്ങനെ കയറിയെന്ന് പോലും അറിഞ്ഞൂടാ. ഞങ്ങൾ ചെരുപ്പിതാടെ കയറിയാൽ നോക്കിയപ്പോൾ കാര്യം ചെറുതായിട്ടൊന്ന് ടക്കെന്ന് പറഞ്ഞു പോകുന്നത് കണ്ടോ. ഇതാണ് അമ്മായി. അപ്പോൾ ഞങ്ങൾ ഫൈനലി ടോപ്പ് ഓഫ് ദി ഹില്ലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ മുകളിൽ ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ വരച്ചിട്ടാണ് നിന്നത്. കാരണം ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഴി, ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും വലിയൊരു കൊക്കയായിരുന്നു. എനിക്കാണെങ്കിൽ തലകർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ കണ്ണടച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. പപ്പയും അമ്മയൊക്കെ പപ്പ കയറിപ്പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പപ്പ എന്ന് പറഞ്ഞ് നിന്നു. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഇതാണ്ടോ ഇതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതും കൂടി ഇച്ചിരി കുടിച്ച് പിന്നെ ഓറഞ്ച് അതൊക്കെ കഴിച്ചിട്ടായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് വീണ്ടും യാത്ര തുടർന്നു. അത് കഴിഞ്ഞിട്ട് ഇനി 2 മലയും കൂടി കയറാനുണ്ടായിരുന്നു. അപ്പോൾ ആ 2 മലയും കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ആ നേരെ കാണുന്നതാണ് നമ്മളുടെ കൊടിജാദ്രി ആദിശങ്കരാചാര്യയുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഫൈനലി ക്ഷീണിച്ച് കയറിക്കൊണ്ടിരുന്നു. കയറി അങ്ങനെ അവിടെ ഞങ്ങളൊന്നും ഇരുന്നില്ല. പക്ഷെ പപ്പയും അമ്മയാണെങ്കിൽ അവിടെ തപസ്സിരിക്കണ പോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് ആദിശങ്കരാചാര്യൻ്റെ ഒരു ചെറിയ അമ്പലമായിരുന്നു. അപ്പം നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ കാണിക്കുന്ന പോലെ തന്നെയുള്ളൊരു ചെറിയൊരു അമ്പലമായിരുന്നു അവിടെ. അപ്പോൾ കുറേ പേര് തപസ്സിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മേമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ കയറുകളും ഇരുന്നു. പക്ഷെ ഞാനും കുഞ്ഞാറ്റം മാത്രം ഇരുന്നില്ല. അപ്പോൾ അവിടെ ക്യാമറ ഒന്നും പ്രോഹിബിറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറേ പേരൊക്കെ തപസ്സിരിക്കണം നിങ്ങൾക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ അവിടെ ഇച്ചിരി ചെരുപ്പിടാതെ കയറുന്നത് കൊണ്ട് തന്നെ അവിടെ കല്ലും ഉണ്ടായിരുന്നു. നേരത്തെ കുത്തിയതുപോലെ തന്നെ നല്ല കുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഇറങ്ങി. പിന്നെ നിങ്ങൾ നേരെ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം കടന്ന് റെസ്റ്റ് എടുത്ത് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ മൂകാംബിക വ്ളോഗ് ഇതുവരെ ഉണ്ടാകുന്നു. പക്ഷെ അല്ല ഗൈസ്, ഇനി ഇതിൻ്റെ ബാക്കിൽ മുരുടേശ്വരമുണ്ട്, സൗബർണിക, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സോ ബൈ.